ഒരിക്കൽ കുട്ടേടത്തിയും പുറപ്പെട്ടു. അപ്പോൾ വലിയമ്മ ശകാരിച്ചു, പെണ്ണെ, മിണ്ടാണ്ട് ഒരിടത്തിരുന്നോ. അതിൽ പിന്നെ വിളിച്ചാലും കുട്ടേടത്തി പോവില്ല. വടക്കേതിലെ പാർവതി അമ്മയുടെ ആൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ, ചോലയിലെ വലിയമ്മയുടെ ദീനം കാണാൻ പുറപ്പെട്ടപ്പോൾ, കാലായക്കളത്തിലെ അയ്യപ്പൻ വിളക്കിന് എല്ലാം വലിയമ്മ വിളിച്ചു. പക്ഷേ കുട്ടേടത്തി പറഞ്ഞു, അമ്മയ്ക്ക് കൂടെ കൊണ്ടുപോകാൻ ഞാൻ ചന്തം ബോധിക്കില്ല. അത് കേൾക്കുമ്പോൾ വലിയമ്മയുടെ മട്ട് മാറുകയായി, ശപിക്കുകയായി. കുരുത്തം കെട്ടവളെ, നീ ഇരിക്കുന്നിടത്ത് മുത്തങ്ങ പുല്ലുകൂടി ഉണ്ടാവില്ല. കുട്ടേടത്തിക്ക് ശാപം പേടിയില്ല, ചെകുത്താനെയും ബ്രഹ്മരക്ഷസിനെയും കൂടി പേടിയില്ല. കുട്ടേടത്തിയുടെ ശിഷ്യനായ ഞാനും ധീരനായിരുന്നു. അവരെനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടുണ്ടല്ലോ. ബ്രഹ്മരക്ഷസ് വന്നാൽ തിരിഞ്ഞു നോക്കാതെ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ മതി. ചെകുത്താൻ വന്നാലോ, നാരായണ നമ എന്ന് ഉച്ചത്തിൽ 3 വട്ടം ജപിക്കുക. നാരായണന്റെ പേര് കേട്ടാൽ ചെകുത്താൻ നിൽക്കില്ല. പക്ഷെ ഭഗവതിയെ എനിക്ക് ഭയമായിരുന്നു. മച്ചിനകത്താണ് ഭഗവതി. അതിൻ്റെ മുന്നിലൂടെ എച്ചിലായോ അയിത്തമായോ നടക്കാൻ പാടില്ല. മത്സ്യം കൊണ്ടുപോകാൻ പാടില്ല. മച്ചിൻ്റെ വാതിലിന് നേർക്ക് കിടക്കാൻ പാടില്ല. എന്തെങ്കിലും ഭഗവതിക്ക് പിടിക്കാത്തത് ചെയ്താൽ ഓർക്കാൻ തന്നെ ഭയമാണ്. അമ്മ വിത്തെറിയും. അമ്മ എന്നാൽ ഭഗവതി. വിത്തിന് വസൂരി എന്നർത്ഥം.